മാസം മാത്രമേ നിങ്ങൾക്ക് ഇനി ഈ ഭൂമിയിൽ ആയുസുള്ളൂ എന്ന് വിചാരിക്കാം. എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? ഇവിടെ അങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടുപോയ നമ്മുടെ കഥാനായികയുടെ ജീവിതം ഒരു പ്രത്യേക ആളിനെ കണ്ടുമുട്ടുന്നതോടെ മാറി മറിയുകയാണ്. ആരാണത്, എന്താണ് അവിടെ സംഭവിച്ചത് എന്നതൊക്കെ വളരെ രസകരമായി പറഞ്ഞ 2022 റിലീസായ ലവ് അറ്റ് ഫസ്റ്റ് ടേസ്റ്റ് എന്ന വളരെ രസകരമായ ഒരു ഫാന്റസി റൊമാൻറ്റിക് കോമഡി കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ടോങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. ടോങ്ങിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെ നല്ലൊരു നടിയായി മാറണം എന്നതാണ്. അതിനായി അവൾ ഇപ്പോൾ ഒരു ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ അവിടുത്തെ പെർഫോമൻസ് കഴിയുമ്പോൾ സെലക്ടഡ് ആയോ ഇല്ലയോ എന്ന് അറിയിക്കാമെന്ന് പറഞ്ഞ് ടോങ്ങിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്ന സമയം പുറത്തേക്ക് വരുന്ന അവളുടെ സൈഡിലൂടെ നടന്നു വരുന്ന ഈ ഒരു പയ്യനെ കണ്ടോ. നമ്മൾ കണ്ടെങ്കിലും ടോങ് ആ പയ്യനെ ശ്രദ്ധിച്ച മട്ടില്ല. എന്തായാലും ആ പയ്യനാണ് നമ്മുടെ കഥാനായകൻ. അവന്റെ പേര് ക്യൂ എന്നാണ്. ക്യൂവിനെ കണ്ടപാടെ ഓഡിഷൻ നടത്തിയ ആള് ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചിട്ട് ഇതാണ് ആ പെൺകുട്ടിയുടെ പേര്, അങ്ങനെ ഇങ്ങനെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴേക്കും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന ടോങ്ങിന്റെ മൊബൈലിലേക്ക് അവളുടെ ഡോക്ടർ അവളുടെ ടെസ്റ്റ് റിസൾട്ട് അയച്ചു കൊടുക്കുന്നു. അതുപ്രകാരം അവൾ ക്യാൻസറിന്റെ അവസാന സ്റ്റേജിലാണെന്നും ഇനി കൂടി വന്ന ഒരു 3 മാസം കൂടിയേ അവൾക്ക് ആയുസുള്ളൂ എന്നും പറയുന്ന ടീം അവൾ ആകെ തകരുകയാണ്. കാരണം ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവള്. നന്നായി ഒന്ന് ജീവിച്ച് തുടങ്ങിയിട്ട് പോലും ഇല്ല. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും നേടിയെടുക്കാനും ഒക്കെ കഷ്ടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞു വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന അവൾക്ക് ഇത്ര പെട്ടെന്ന് ഈ ലോകത്തോട് വിട പറയേണ്ടി വരും എന്ന് കേൾക്കുമ്പോൾ അവൾ ആകെ തകർന്നു പോയില്ലേ. എത്രയോ ദുഷ്ടന്മാര് ഇപ്പോഴും എന്ത് സുഖമായിട്ട് ജീവിക്കുന്നു, ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത എനിക്കെന്ത് ഈ ഒരു അവസ്ഥ എന്ന് അവൾ വല്ലാണ്ട് സങ്കടപ്പെടുന്നുണ്ട്. അതേസമയം അവളുടെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. അവൾ മുന്നേ അറ്റൻഡ് ചെയ്ത ഓഡിഷനിൽ സെലക്ടഡ് ആയി എന്ന മെസ്സേജ് ആണത്. അത് കാണുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ടെങ്കിലും അടുത്ത സെക്കൻഡ് അതിലും കൂടുതൽ സാഡ് ആവുന്നു. കാരണം ഇനി അധികം നാൾ ആയുസില്ലാത്ത താൻ ഇതിലൊക്കെ സെലക്ടഡ് ആയി അഭിനയിച്ച് എന്തോ എടുക്കാനാ. ഒന്ന് ആൾക്കാർ അറിഞ്ഞു വരുമ്പോഴേക്കും താൻ മരിക്കാനുള്ളതല്ലേ എന്നെല്ലാം അവൾ വല്ലാണ്ട് സങ്കടപ്പെടുന്നു. എന്തെങ്കിലും അവളുള്ള ബാറിൽ ഒരാൾ അവളോട് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാനായി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഒരു വിധമാണ് അവൾ അയാളെ ഒഴിച്ചു വിടാനായി നോക്കുന്നത്. അപ്പോഴേക്കും അയാൾ പോകുന്ന ലക്ഷണവും ഇല്ല. ഭാഗ്യവശാൽ അങ്ങോട്ടേക്ക് ക്യൂ എത്തുകയും അവളെ സേഫ് ആക്കുകയും ചെയ്യുന്നു. താൻ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഒരാൾ വന്ന് തന്നെ ഇങ്ങനെ സഹായിക്കുമ്പോൾ അവൾക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. ആരാണവൻ എന്നവൾ ഭയങ്കര എക്സൈറ്റഡ് ആയി അന്തം വിട്ടുപോലും ഇരിക്കുന്നുണ്ട്. പക്ഷെ ഡ്രിങ്ക്സ് അടിച്ച് അപ്പോഴേക്കും നല്ല ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നത് കൊണ്ട് പിന്നെ അവൾക്ക് നടന്നതൊന്നും ഓർമ്മയില്ല. അടുത്ത ദിവസം രാവിലെ കണ്ണ് തുറക്കുമ്പോഴാകട്ടെ ആ ആളുടെ കൂടെ ഒരു ഹോട്ടൽ മുറിയിൽ എണ്ണിക്കുന്നവൾ അയ്യോ ഞാൻ എന്ത് പണി കാണിച്ചെന്ന് പറഞ്ഞ ധൃതിയിൽ അവിടെ നിന്ന് പോകുന്നു. നേരെ സാധനങ്ങളും എടുത്തോണ്ട് പോകുന്ന ടീം അവളുടെ ID കാർഡ് അവിടെ മിസ്സാക്കിയിട്ടാണ് പോകുന്നത്. അങ്ങനെ പിന്നീട് താൻ പഠിക്കുന്ന കോളേജിന്റെ ലൈബ്രറിയിൽ നിൽക്കുന്ന ടോങ് ആലോചിക്കുന്നത് മുഴുവൻ കഴിഞ്ഞ ദിവസം തന്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യനെ പറ്റിയാണ്. ഇനി അധികം നാളെ തനിക്കില്ല, ഉടനടി മരിക്കും എന്നറിഞ്ഞപ്പോ തന്നെ ഒരു പ്രേമം പോലും ഇല്ലാതെ മരിക്കേണ്ടി വരുമല്ലോ എന്ന ഭയങ്കര സങ്കടം അവൾക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഇതുപോലെ ഒരു പയ്യൻ തന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നത് ഓർക്കുമ്പോൾ അവൾ വളരെ ഹാപ്പി ആവുന്നു. എന്തായാലും അവൻ എന്നെ ഓർക്കരുതേ എന്ന പ്രാർത്ഥനയാണ് അവൾക്കുള്ളത്. അവൾ അങ്ങനെ അവനെ ആലോചിച്ച് ജസ്റ്റ് ഇങ്ങനെ സൈഡിലേക്ക് നോക്കുമ്പോഴേക്കും അവന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നു. ഇവൻ എങ്ങനെ ഇവിടെ വന്നു എന്നവൾ അന്ന് അന്തം വിട്ട് നോക്കുമ്പോഴേക്കും അവൻ അവളുടെ ID കാർഡ് കാണിക്കാണ്. അയ്യോ ഇതെങ്ങനെ തന്റെ ഈ വന്നതെന്ന് ചോദിച്ച് അവൾ അത് മേടിക്കാനായി നോക്കുമ്പോൾ അവൻ കൊടുക്കാതെ മുന്നോട്ട് നടന്നു പോകുന്നു. അവളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാണാതെ പഠിച്ച കണക്ക് പറഞ്ഞുകൊണ്ടാണ് അവൻ പോകുന്നത്. അവൾ അത് വാങ്ങാൻ ഈ പുറകെ പോകുമ്പോൾ അവന് ഒരു ഡെഡ് എൻഡിൽ വന്ന് നിൽക്കാണ്. ഇനിയിപ്പോ മുന്നോട്ട് പോകാൻ സ്ഥലമില്ല, ഇനി നിങ്ങൾ എങ്ങോട്ട് പോകും, മര്യാദയ്ക്ക് അത് താന്ന് പറഞ്ഞ് അവൾ അത് വാങ്ങാനായി നോക്കുമ്പോൾ അവൻ വേഗം അവിടെ നിന്ന് മറയുന്നു. ഇതെന്താണെന്ന് അവൾക്ക് സത്യത്തിൽ മനസ്സിലായതേ ഇല്ല. അവൻ വീണ്ടും മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവൾ ആകെ കീളി പോയി നിൽക്കാണ്. ചുമ്മാ ഇത് തരാൻ പറ്റുമോ, പകരം എനിക്ക് എന്ത് തരുമെന്ന അവന്റെ ചോദ്യത്തിന് ഇയാൾ കാശാണോ ചോദിക്കുന്നത് എന്ന് ഓർക്കുന്ന അവൾ വേഗം തന്നെ പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശ് എടുത്തു കൊടുത്ത് ആ ID കാർഡും വാങ്ങി അവിടെ നിന്ന് പോകുമ്പോൾ അവളുടെ കൺമുന്നിൽ കാറ്റ് പോലെ ഞാൻ മറഞ്ഞുപോയി. പിന്നെയും വന്നിട്ടും അവൾ എന്താ അമ്പരക്കാഞ്ഞത്, അതിനെപ്പറ്റി ഒരു വാക്ക് ചോദിക്കാഞ്ഞത്. ഇതൊരു കിളി പോയ പെണ്ണ് തന്നെ എന്ന് ഓർത്ത് അവനും ചിരിക്കാണ്. അങ്ങനെ എന്തെങ്കിലും പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്ന ടോങ് അവിടെ അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററിനെ കാണുന്നു. സ്റ്റെപ്പ് സിസ്റ്റർ ഭയങ്കര അഹങ്കാരിയാണ്. കൂടാതെ അവൾ എന്തോ വലിയ സംഭവമാണെന്നുള്ള ഒരു ഭാവത്തില് ടോങ്ങിനോട് വളരെ പുച്ഛത്തിൽ സംസാരിക്കുന്നു. നീയൊന്നും ഒരു കാലത്ത് ഒരു ആർട്ടിസ്റ്റും ആവാൻ പോകുന്നില്ല, അതിനുള്ള കഴിവോ ലുക്സോ നിനക്കില്ല. പിന്നെ വേണമെങ്കിൽ എന്റെ കാരുണ്യത്തില് എന്തെങ്കിലും ചാൻസ് വാങ്ങിച്ചു തരാം, നീ എന്റെ കാല് പിടിക്കുകയാണെങ്കിൽ മാത്രം. അന്ന് നിനക്ക് കിട്ടിയ നല്ലൊരു ചാൻസ് നല്ല രീതിയിൽ ഉപയോഗിക്കാതെ അത് നീ മിസ്സാക്കിയില്ലേ, ഇനി നിനക്ക് ഒരിക്കലും പച്ച പിടിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ അഹങ്കാരത്തിൽ അവളുടെ മുഖത്ത് ഒരു മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പാവം ടോങ് ഇങ്ങനെ പെട്ടിരിക്കുന്ന സമയത്ത് വീണ്ടും സ്റ്റെപ്പ് സിസ്റ്റർ അവൾ പ്രതികരിക്കുന്നില്ല എന്ന കാര്യം കൊണ്ട് ഉപദ്രവിക്കാനായി വരുമ്പോഴേക്കും അവിടെ എത്തുന്ന ക്യൂ ആണ് ആ അടി തടയുന്നത്. അഹങ്കാരി സ്റ്റെപ്പ് സിസ്റ്ററിനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ട ശേഷം ടോങ്ങിന്റെ മുഖത്തെ മുറിവ് നോക്കുന്ന ക്യൂ അതിൽ തൊടാനായി വരുന്നുണ്ടെങ്കിലും തൊടുന്നില്ല. നല്ലതായിട്ട് നൊന്തോ എന്ന് അവൻ ചോദിക്കുമ്പോൾ പ്ലീസ് എനിക്ക് നിങ്ങൾ ആരാണെന്ന് പോലും അറിയില്ല, എന്നെ നിങ്ങൾ സഹായിക്കാനും വരണ്ട, മുന്നത്തെ പോലെ പകരത്തിന് തരാൻ എന്റെ കയ്യിൽ ഇനി കാശൊന്നും ഇല്ല എന്നും പറഞ്ഞു കാർഡ് കൊടുക്കാൻ നേരം ഉള്ള കാശെല്ലാം കൊടുത്തു എന്ന പേരിൽ അവൾ അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോൾ അവൻ അവളെ തടഞ്ഞുകൊണ്ട് എനിക്ക് നിന്റെ കാശൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കൈവിരൽ ഞൊടിക്കുമ്പോഴേക്കും അവിടെ ഒരു കാർ വരുന്നു. ആ കാറിലേക്ക് അവളെയും കയറ്റി അവൻ നേരെ പോകുന്നത് ആ സിറ്റിയുടെ മനോഹരമായ വ്യൂ ഉള്ള ഒരു സ്ഥലത്തേക്കാണ്.
കാരണം. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയം അവളുടെ കവിളിൽ തൊടുന്നവൻ നിമിഷ നേരത്തെ ആ മുറിവങ്ങ് അപ്രത്യക്ഷമാക്കുമ്പോ അവൾ ആകെ അമ്പരന്ന് പോകുന്നുണ്ട്. പറ, ആരാ നിങ്ങള്, എന്തിനാ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നൊക്കെ അവൾ ചോദിക്കുമ്പോ താൻ ഒരു ഏലിയൻ ആണെന്ന സത്യം അവൻ വെളിപ്പെടുത്തുന്നു. അങ്ങ് കാണുന്ന ആ ഒരു പ്ലാനറ്റ് ആണ് എന്റെ വീട്. അവിടെ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന സമയത്താണ് പെട്ടെന്ന് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ പേരിൽ ആകെപ്പാടെ യുദ്ധം കണക്ക് സാഹചര്യങ്ങൾ മാറി ഒരുപാട് പേർ മരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അവിടെ താമസിക്കാൻ താല്പര്യമില്ലാതെ ഞങ്ങളുടെ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു വന്നു. ഭൂമിയിലെ സാഹചര്യങ്ങളുമായി ഒത്തിണങ്ങി ഞങ്ങളുടെ ശരീരം മാറാനും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കുറെ നാളെടുത്തു. ഇപ്പോ എന്റെ ബോഡി എല്ലാ എൻവയോൺമെന്റുമായി അഡ്ജസ്റ്റ് ആയിരിക്കുന്നു. എനിക്ക് ഭൂമിയിലും എന്റെ പ്ലാനറ്റിലും ഒരുപോലെ താമസിക്കാൻ കഴിയും. എനിക്ക് 125 വയസ്സുണ്ട്. എന്റെ ഏലിയൻ പവർ കൊണ്ടാണ് ഞാൻ നിന്റെ മുറിവ് മാറ്റിയതെന്നെല്ലാം അവൻ ഇങ്ങനെ പറയുന്ന സമയത്ത് അവൾ അത് വിശ്വസിക്കുന്നില്ല. ആണോ, കേട്ടിരിക്കാൻ നല്ല രസമുള്ള കെട്ടുകഥ. നിങ്ങൾക്ക് 125 വയസ്സുണ്ടല്ലേ, കണ്ടാലും പറയും. നിങ്ങൾക്കൊക്കെ 125 വയസ്സാണെങ്കിൽ പിന്നെ എനിക്കെത്ര, 500 വയസ്സോ എന്ന് അവൾ കളിയാക്കുമ്പോ അവളെ വിശ്വസിപ്പിക്കാനായി അവൻ കൈവിരൽ ഞൊടിക്കുന്ന സമയത്ത് അവിടെയെല്ലാം ഫയർ വർക്ക്സ് മനോഹരമായി നടക്കുന്നു. അത് കണ്ട് അവൾ വളരെ അമ്പരന്ന് പോകുന്നുണ്ട്. എന്റെ ദൈവമേ, ഇനി ഇവൻ പറഞ്ഞത് കണക്ക് ശരിക്കും ഇവനൊരു ഏലിയൻ ആണോ? ഏലിയൻ ആണെങ്കിൽ ഇവൻ വിചാരിച്ച എന്റെ മുറിവ് മാറ്റിയതുപോലെ എന്റെ അസുഖം മാറ്റാൻ പറ്റുമോ, എനിക്ക് കുറച്ച് നാളുകൂടെ ആയുസ് തരാൻ പറ്റുമോ എന്നിങ്ങനെ മനസ്സിലൊരു ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിലും വേണ്ട ചോദിക്കണ്ട, ഇവൻ എന്ത് ഏലിയൻ ആവാനാ, പിന്നെ ഏലിയൻ പോലും എന്നിങ്ങനെ അവൾക്ക് അവൻ പറഞ്ഞത് വിശ്വസിക്കണ്ട എന്ന് മനസ്സിൽ തോന്നുന്നുണ്ട്. ഈ സമയത്ത് അവൾ മനസ്സിൽ ഓർത്തതെല്ലാം തന്നെ അവന് മനസ്സിലാവുന്നുണ്ട്. എന്താ, നീ 3 മാസത്തിൽ മരിക്കുമെന്ന് അവൻ ചോദിക്കുമ്പോ അത് അവളെ വല്ലാതെ അമ്പരപ്പിക്കുന്നു. ഞാൻ മനസ്സിലോർത്ത കാര്യം എങ്ങനെ നിനക്കറിയാമെന്ന് അവൾ ഒരു ഞെട്ടലോട് കൂടി ചോദിക്കുമ്പോ, ദേ നോക്ക്, നീ എന്നില് വിശ്വാസം അർപ്പിച്ചാല് എനിക്ക് നിന്നെ സേവ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് അവൻ അവളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവൾ അപ്പോഴേക്കും ബോധരഹിതയായിട്ടുണ്ടായിരുന്നു. അവളെ അവിടെ കിടത്തുന്നവൻ അവന്റെ ശരീരത്ത് ഒരു മുറിവുണ്ടാക്കി അവന്റെ രക്തം അവളുടെ നെറ്റിയിലേക്ക് തുള്ളിയായി ഇറ്റിക്കുന്നു. അവൻ ഏലിയൻ ആയതുകൊണ്ട് തന്നെ അവന്റെ രക്തം നീല നിറത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ രക്തം അവളുടെ ശരീരത്തേക്ക് പടരുന്നതും നമുക്ക് കാണാം. ഇതവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അങ്ങോട്ടേക്ക് മറ്റൊരാൾ എത്തുന്നു. വന്ന പാടെ അവൻ വളരെ വില്ലത്തരമായി, നീ ഇതൊക്കെ ചെയ്യുന്നത് വെറും വേസ്റ്റ് ആണ്, നമ്മുടെ റൂൾസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നീ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാമ്പയർ കണക്ക് മാറി അവളെ ആക്രമിക്കാനായി ശ്രമിക്കുമ്പോഴേക്കും ക്യൂ അത് തടയുന്നു. ക്യൂവും അപ്പോഴേക്കും ഒരു വാമ്പയറിന്റെ മട്ടിലും ഭാവത്തിലേക്കും മാറിയിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ ഏലിയൻ വാമ്പയേഴ്സ് ആണ്. എന്തെങ്കിലും തനിക്ക് ചുറ്റും നടക്കുന്ന ഈ കാര്യമൊന്നും തന്നെ ടോങ് അറിഞ്ഞിട്ടില്ല. പിന്നീട് അവൾക്ക് ബോധം വരുന്ന സമയത്ത് അവൾ ബെഡ്റൂമിൽ കിടക്കുകയാണ്. അവളുടെ കോലം കണ്ട് അവള് തന്നെ പേടിച്ച് എഴുന്നേൽക്കുമ്പോ മുന്നിലായി ക്യൂ ഇരിപ്പുണ്ട്. അവളുടെ കയ്യിലാകട്ടെ അവനൊരു മണിയും കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഞാനെന്താ ഈ കോലത്തില്, നീ എന്നെ എന്താ ചെയ്ത്, എന്തിനാ ഈ മണി എന്നൊക്കെ ചോദിച്ചു അവള് വളരെ വയലന്റ് ആവുമ്പോ ആ മണി അവളുടെ ജീവൻ രക്ഷിക്കുമെന്നും അത് കയ്യിൽ നിന്ന് ഊരരുതെന്നും അവൻ പറയാണ്. അങ്ങനെ അതിനെപ്പറ്റി വിശദമായി അവൻ സംസാരിക്കുന്നു. നിന്നെ രക്ഷിക്കാനായി എന്റെ സർവ്വശക്തിയും ഞാൻ ആ മണിയിൽ ആവാഹിച്ചു വെച്ചിട്ടുണ്ട്. അത് ഒരിക്കലും നീ നിന്റെ കയ്യിൽ നിന്ന് ഊരാനേ പാടില്ല. അത് നിന്റെ കൂടെയുള്ള അത്രയും നാൾ നീ സേഫ് ആയിട്ട് ഉണ്ടാവുമെന്ന് അവൻ വളരെ ഷുവറായി പറയുമ്പോൾ അവൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അവൻ അവളെ വിശ്വസിപ്പിക്കാനായി ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. അത് ഇഷ്ടപ്പെടാതെ അവൾ തിരിച്ചൊരു കടി കൊടുത്തിട്ട് പിന്നെ ആടിനൊക്കെ കെട്ടുന്ന പോലെ ഒരു മണി കെട്ടിയാൽ ഞാൻ അങ്ങ് രക്ഷപ്പെടാൻ പോലെന്ന് അവനെ പുച്ഛിക്കുന്നു. എന്തായാലും അവളെ സേഫ് ആയിട്ട് നോക്കാനായി തന്നെ തന്റെ കൂടെ ക്യൂ നിർത്തുന്നുണ്ട്. അവൾക്ക് ഇവൻ ഈ പറയുന്നത് പോലെ ശരിക്കും ഒരു ഏലിയൻ ആണോ, ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടോ എന്നൊന്നും കറക്റ്റായി അറിയില്ലെങ്കിലും അവനെ കണ്ടപ്പോൾ മുതൽ അവൻ തന്നെ വളരെയധികം സഹായിക്കുന്നത് കൊണ്ട് ഒരു അട്രാക്ഷൻ തോന്നുന്ന അവൻ പറയുന്നത് പോലെ അവിടെ തന്നെ നിൽക്കുന്നു. ഇതേ ടീം അവന് വളരെ വയ്യാഴിക കണക്ക് ഫീൽ ആവുന്നുണ്ട്. അവന്റെ ബോഡിയൊക്കെ വളരെ വീക്കായി ആകെ പട കുഴഞ്ഞു പോകുന്നു. ആ ഒരു ടൈമിൽ മാക്സ് അവിടേക്ക് വരുന്നു. മുന്നേ അവൾക്ക് വേണ്ടി ക്യൂമായി ഫൈറ്റ് ചെയ്ത അതേ മാക്സ് തന്നെ. നീ ചെയ്തത് വലിയ മണ്ടത്തരവാ, അവൾ എന്തായാലും മരിക്കേണ്ട ഒരാളാ. അവളെ രക്ഷിക്കാനായി നീ നിന്റെ ജീവനാണ് ഇപ്പോ റിസ്കിലാക്കിയിരിക്കുന്നത്. ഇതുപോലെ പലതും നീ ഇനി അനുഭവിക്കേണ്ടി വരുമെന്ന് മാക്സ് പറയുന്ന ടീം എല്ലാം തന്നെ അറിഞ്ഞുകൊണ്ടാണ് താൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നും വളരെ ധൈര്യത്തോടെ ക്യൂ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം ടോങ് ഒരു ഓഡിഷൻ അറ്റൻഡ് ചെയ്യാനായി പോകുന്നുണ്ട്. മുന്നത്തെ ഓഡിഷൻ അവൾ സെലക്ടഡ് ആയിരുന്നെങ്കിലും അതിനവൾ തനിക്ക് ഇനി അധികം ദിവസം ആയുസില്ല എന്ന കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് താല്പര്യം കാണിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോ ക്യൂവിന്റെ കടന്നുവരവോടുകൂടി തനിക്ക് ഒരു പ്രതീക്ഷയുണ്ടെന്ന് തോന്നി തുടങ്ങിയ ഒരു സമയത്താണ് അവൾ വീണ്ടും ഓഡിഷനിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ വളരെ മിസ്ബിഹേവിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അവൾക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി വരുന്ന സമയം അവളെ പിന്തുടർന്ന് മാക്സ് എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ അവളെ ആക്രമിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അദൃശ്യനായി എത്തുന്ന ക്യൂ മാക്സുമായി ഏറ്റുമുട്ടുന്നു. അങ്ങനെ ഈ നടന്ന കാര്യങ്ങളൊന്നും തന്നെ അറിയാതെ ടോങ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ അവളെ ആക്രമിക്കുന്നു. ഈ ആക്രമിച്ചത് സ്റ്റെപ്പ് സിസ്റ്ററിന്റെ ആളുകളാണ്. അവളെ തട്ടിക്കൊണ്ട് വരാനായി സ്റ്റെപ്പ് സിസ്റ്റർ വിട്ടത് പ്രകാരം വന്നവർ അവളെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിലും അവളുടെ കയ്യിൽ കെട്ടിക്കൊടുത്ത ആ ഒരു മണി ഉള്ളതുകൊണ്ട് തന്നെ അവളുള്ള കറക്റ്റ് സ്ഥലത്തേക്ക് എത്താനായി ക്യൂവിന് സാധിക്കുന്നു. അവൻ അവിടെ നിന്ന് ആ ഗുണ്ടകളെ അടിച്ചിട്ട് അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ അതിൽ ഒരാൾ വേഗം തന്നെ തട്ടിക്കൊണ്ടുവരാനായി ഏർപ്പാടാക്കിയ സ്റ്റെപ്പ് സിസ്റ്ററിനെ വിളിച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരാളെത്തി ആ പെണ്ണിനെ കടത്തിക്കൊണ്ടുപോയെന്ന്. അത് കേൾക്കുമ്പോൾ സ്റ്റെപ്പ് സിസ്റ്റർക്ക് ആകെ കലി വരുന്നു. ആരും ഇല്ലാത്തവൾക്ക് ഇപ്പൊ പുതിയൊരു രക്ഷകനോ, ആരാവൻ, എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തി തടഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നുന്ന സ്റ്റെപ്പ് സിസ്റ്റർ ഇനി ഒരുപക്ഷെ അന്ന് അവളെ രക്ഷിച്ച അതേ അജ്ഞാതൻ തന്നെ ആയിരിക്കുമോ ഇപ്പോഴും അവളെ ഹെൽപ്പ് ചെയ്യുന്നത് ആകെ കലി ഇളകുന്നു.
അങ്ങനെ അവളുടെ കൂടെ തന്നെ അവൻ അവളുടെ റൂമിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനായി നോക്കുമ്പോൾ അവൾ അതിനെ സമ്മതിക്കുന്നില്ല. നിനക്കൊരു ആപത്തും വരാതിരിക്കാനായി ഞാൻ നിന്റെ കൂടെ തന്നെ കാണുമെന്ന് പറയുന്നവൻ അവന്റെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ തന്നെ അവന്റെ പവർ ഉപയോഗിച്ച് ഈ ഒരു മുറിയിലേക്ക് കൊണ്ടുവരുന്നു. അതൊക്കെ കണ്ട് അവൾക്ക് കലി പിടിക്കുന്നുണ്ട്. ഒരിക്കലും പറ്റത്തില്ല, നിങ്ങളും ഞാനും അങ്ങനെ ഒന്നിച്ച് കഴിയേണ്ടവരൊന്നുമല്ല, അതൊക്കെ അങ്ങ് മനസ്സിൽ ഇരിക്കത്തേ ഉള്ളൂ. എനിക്ക് ഒരു അത്യാവശ്യ മീറ്റിംഗ് ഉണ്ട്, അതിന് ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും ഇവിടെ നിന്ന് പോയേക്കണമെന്ന് പറഞ്ഞ് അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്നു. അപ്പോഴും അവൾക്ക് നല്ല പേടിയാവുന്നുണ്ട്, ഇവന്റെ ഏലിയൻ പവർ ഉപയോഗിച്ച് അവൻ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിക്കുവോ താൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ന്. ഒരുവിധമാണ് റെഡിയായി പുറത്തേക്ക് അവൾ ഇറങ്ങുന്നത്. അപ്പോഴും ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ കാണരുത്, പൊക്കോണമെന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചാണ് പോകുന്നത്. അങ്ങനെ അവൾ ആ ഓഡിഷന്റെ സ്ഥലത്തെത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഡയറക്ടർ പെട്ടെന്ന് അവളെ ആക്രമിക്കാണ്. കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലാനായി നോക്കുന്ന ആ ഒരു സമയത്താണ് ആ ഡയറക്ടറിന്റെ റിഫ്ലക്ഷൻ കണ്ണാടിയിൽ പതിയുന്നത് നമ്മൾ കാണുന്നത്. അത് യഥാർത്ഥത്തിൽ ഡയറക്ടർ ആയിരുന്നില്ല, മറിച്ച് മാക്സ് ആൾമാറാട്ടം നടത്തി ഇവളെ കൊല്ലാനായി എത്തിയതായിരുന്നു. അവൾക്ക് ആകെപ്പാടെ വയ്യാഴിക വരുന്നുണ്ട് ഈ ഉപദ്രവിക്കുന്നത് കാരണം. പക്ഷെ ഭാഗ്യവശാൽ എന്തെങ്കിലും അത്യാപത്ത് സംഭവിക്കും മുന്നേ അങ്ങോട്ടേക്ക് ക്യൂ എത്തുകയും ടോങ്ങിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് എന്തുകൊണ്ടാണ് ടോങ് അത്രയ്ക്ക് ക്യൂവിന് പ്രഷ്യസ് ആയത്, എന്തുകൊണ്ടാണ് അവൻ വളരെയേറെ റിസ്കിൽ അവന്റെ ലൈഫ് ആക്കിയിട്ട് അവളെ രക്ഷപ്പെടുത്താനായി നോക്കുന്നതെന്ന ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. അതായത് ഏലിയൻ ആണെന്ന് ക്യൂ പറഞ്ഞിരുന്നില്ലേ, അവൻ ഈ ഭൂമിയിൽ വന്ന സമയത്ത് അവന് കുറെ നാളുകൾ എടുത്തു അവരുടെ ആ ഒരു ലൈഫ് ഇവിടെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാനായി. ഈ അടുത്ത് വളരെ റീസെന്റ് ആയിട്ടാണ് എല്ലാം ഒന്ന് ഓക്കെ ആയി വന്നത്. പക്ഷെ അതിന് മുന്നേ അവൻ വളരെ പാടുപെട്ടിരുന്ന ഒരു ദിവസം അവന്റെ ശരീരത്തിലാകെ മുറിവുകളൊക്കെ പറ്റി ഒരു കൈ സഹായം ഇല്ലാതെ അവൻ ഇപ്പോ ആരും സഹായിച്ചില്ലെങ്കിൽ താൻ മരിക്കുമെന്ന ഒരു അവസ്ഥയിൽ ഇരുന്ന ടൈം ഇവനൊരു ഏലിയൻ ആണെന്നോ അല്ലെങ്കിൽ ഭാവിയിൽ ഇവനെ താനിപ്പോ സഹായിച്ച ഇവൻ പിന്നെ തന്നെ സഹായിക്കുമോ എന്ന് യാതൊരു പ്രതീക്ഷയില്ലാതെ ആകെപ്പാട് അവശനായി റോഡിൽ കിടന്നിരുന്ന ക്യൂവിനെ ടോങ് കാണുകയും സ്വാർത്ഥതയില്ലാതെ കരുണയോടെ അവനോട് പെരുമാറിയിരുന്നു. ആ ഒരു കാര്യമാണ് അവന്റെ മനസ്സിൽ അവളെ പറ്റി ഓർക്കുമ്പോഴേ ഉള്ളത്. അതുകൊണ്ടാണ് വീണ്ടും അവളിങ്ങനെ അവന്റെ മുന്നിലേക്ക് അന്ന് വന്നുപെട്ട സമയം അവളെ പിറകെ നടന്ന് ഹെൽപ്പ് ചെയ്യാനായി അവൻ തീരുമാനിക്കുന്നത്. തന്റെ ജീവൻ രക്ഷിച്ച അവളോട് ഒരു പ്രണയവും അവന് തോന്നി എന്നും പറയാം. ഇതേ സമയം ഓഡീഷന് പോയപ്പോ തനിക്ക് നേരെ അറ്റാക്ക് നടന്നതും ക്യൂ അവിടെ വന്നതും ഒക്കെ തന്നെ ടോങ്ങിന് ചെറിയ ഓർമ്മകൾ ഉണ്ടെങ്കിലും തന്നെ ആക്രമിച്ച ഡയറക്ടർ യഥാർത്ഥത്തിൽ ഒരു ഏലിയൻ ആയിരുന്നു എന്നത് അത്ര വ്യക്തമായി അവൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവൾ വീണ്ടും ആ ഒരു ഡയറക്ടറിന്റെ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നത് കാണുമ്പോ ഇതെന്താ പുള്ളി എന്നോട് അന്ന് അങ്ങനെ പെരുമാറിയിട്ട് ഇപ്പോ എന്നെ സെലക്ട് ചെയ്തു ഷൂട്ടിങ്ങിന് നേരിട്ട് വാ എന്നൊക്കെ അയക്കുന്നത്, എന്താ ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലാവാതെ ഇരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ അവൾ ആ മെസ്സേജ് കണ്ട് അന്തം വിട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇതിന് എന്താണ് കാരണം, ആരാണ് ആ മെസ്സേജ് യഥാർത്ഥത്തിൽ അയച്ചത് എന്ന ഡീറ്റെയിൽസ് കാണുന്നത്. ടോങ്ങിന്റെ സ്റ്റെപ്പ് സിസ്റ്റർ അത്യാവശ്യം നല്ലൊരു പേരും പ്രശസ്തിയുള്ള നടിയാണ്. പുള്ളിക്കാരി ഒരു ഡയറക്ടറിന്റെ ഓഡീഷന് ടോങ് വന്നിരുന്നു എന്ന കാര്യം മനസ്സിലാക്കി ആ ഡയറക്ടറിനെ ചെന്ന് കണ്ട് കൊഞ്ചിക്കൊഴഞ്ഞ് ഒട്ടിയിരുന്ന് സംസാരിക്കുകയും ആ ഒരു റോളില് തന്നെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് കുറച്ച് കാശ് അങ്ങോട്ട് ഓഫർ ചെയ്യും. പുള്ളിക്കാരന്റെ കൂടെ ഡ്രിങ്ക്സ് അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൽ മയങ്ങുന്ന ഡയറക്ടർ അവർ പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് ഏൽക്കുന്നു. ഡയറക്ടർ ആകട്ടെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയി കഴിയുമ്പോൾ ഡയറക്ടറിന്റെ ഫോൺ എടുത്ത് ടോങ്ങിന് മെസ്സേജ് അയച്ച് ഓഡിഷനിൽ സെലക്ട് ചെയ്തു വരണം, നേരിട്ട് അഭിനയിക്കാം എന്നൊക്കെ പറഞ്ഞ് ടോങ്ങിനെ പ്രലോഭിപ്പിച്ചത് ഈ സ്റ്റെപ്പ് സിസ്റ്റർ ആണ്. അങ്ങനെ ആ മെസ്സേജ് കണ്ട് പോകണോ വേണ്ടയോ എന്ന ഡൗട്ടിൽ ടോങ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് പിന്നിലെ ചതിക്കുഴിയൊന്നും അവൾക്ക് അറിയില്ലല്ലോ. അവളുടെ മനസ്സിലെ കൺഫ്യൂഷൻ അവൾ പറയാതെ തന്നെ മനസ്സിലാക്കുന്ന ക്യൂ നിന്റെ മനസ്സ് പറയുന്നത് പോലെ ചെയ്യുന്ന അവളോട് പറയുമ്പോ ചേടാ വീണ്ടും ഇവൻ എന്റെ മനസ്സ് വായിച്ചല്ലോ എന്ന് അവൾ ചിരിക്കുന്നു. എന്തായാലും അങ്ങനെ അവൾ ആ സ്ഥലത്തേക്ക് ഷൂട്ടിങ്ങിന് തനിക്ക് നല്ലൊരു റോൾ അവസാനം ലഭിച്ചല്ലോ എന്ന സന്തോഷത്തിൽ പോകുമ്പോ അവിടെ ഓൾറെഡി ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ അതിൽ നായികയായി താനല്ല തന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആണെന്നും അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കുന്ന ടോങ് ആകെ ഷോക്കാവുന്നു. അവിടെ ആകട്ടെ സ്റ്റെപ്പ് സിസ്റ്റർ അവളെ വളരെ ഇൻസൾട്ട് ചെയ്ത് പെരുമാറുന്നുണ്ട്. ഇവിടെ റോളൊന്നും ഇല്ല, എന്തായാലും വന്ന സ്ഥിതിക്ക് ഭിക്ഷ തരുന്ന പോലെ കുറച്ച് ഭക്ഷണം തന്നേക്കാന്നും പറഞ്ഞ് അതൊക്കെ കൊടുക്കുമ്പോൾ വളരെ ഇൻസൾട്ടഡ് ആയി സങ്കടത്തില് അവിടെ നിന്ന് ഇറങ്ങുന്ന ടോങ് ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുന്ന ടീം അവിടേക്ക് ക്യൂ വരുന്നു. അവനോട് കാര്യങ്ങളൊക്കെ അവളെ തുറന്നു പറയുന്നുണ്ട്. എനിക്ക് ഇന്ന് വരെ ലൈഫിൽ ഒരു സന്തോഷവും ലഭിച്ചിട്ടില്ല, ഇപ്പൊ ദേ ഒരുപാട് നാണം കെട്ട് ഇങ്ങനെ ഞാൻ എന്തിനോ വേണ്ടി മരിക്കുന്നത് വരെ മുന്നോട്ട് പോകണമല്ലോ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയുണ്ട്. നിങ്ങൾക്കൊക്കെ എന്ത് സുഖമാണ്, ഒരു ഏലിയൻ ആണ്, വിചാരിക്കുന്നതൊക്കെ കയ്യിലുണ്ട്, ഇത്ര രസകരമാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞ് അവള് സങ്കടപ്പെടുമ്പോ ഞാൻ എടുക്കുന്ന സിനിമയിൽ ഉറപ്പായി നീ തന്നെ ആയിരിക്കും നായിക, അതിലൊരു മാറ്റം ഇല്ലാന്ന് പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ആ ഒരു ഡയറക്ടർക്ക് സിനിമ എടുക്കാനായുള്ള ഫണ്ട് കൊടുക്കുന്ന കമ്പനി തന്നെ ക്യൂ ആണ് ഇപ്പോ ഓൺ ചെയ്തിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ പിന്നീട് കാണുന്നത്. അങ്ങനെ ഡയറക്ടറിന്റെ അടുത്ത ഒരു മീറ്റിംഗിൽ നായികയായി ഇപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ പെൺകുട്ടി വേണ്ട, നിങ്ങൾ കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടിയെ കൊണ്ട് ഒരു ടെസ്റ്റ് വീഡിയോ ഒക്കെ എടുപ്പിച്ചത് എനിക്കറിയാം, പക്ഷെ അതൊക്കെ വിട്ടേക്ക്, ഞാൻ പറയുന്ന പെൺകുട്ടി തന്നെ വേണമെന്ന് പറഞ്ഞ് ടോങ്ങിന്റെ പേര് ക്യൂ സജസ്റ്റ് ചെയ്യുമ്പോൾ മാക്സും അവിടെ ഉണ്ടായിരുന്നു. ഇതൊന്നും ശരിയല്ല, ഒരു വട്ടം അവള് നിന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞ് എപ്പോഴും നീ അവളെ എല്ലാ ആപത്തിന്നും എല്ലാ അവസ്ഥയിലും ഇങ്ങനെ രക്ഷപ്പെടുത്തുന്നത് അത്ര ശരിയല്ല, നമ്മൾ മനുഷ്യരെ സഹായിക്കാനായിട്ടുള്ള ആളുകളല്ല, അത് നിനക്ക് ഓർമ്മ വേണമെന്നൊക്കെ പറഞ്ഞ് ക്യൂവിനോട് തട്ടിക്കയറുന്നു. പക്ഷേ ക്യൂ അവന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നില്ല. അങ്ങനെ ടോങ്ങിന് അവസരം കിട്ടും എന്നറിയുന്ന സ്റ്റെപ്പ് സിസ്റ്റർ ആകെ കലി ഇളകുന്നു. ടോങ്ങിനെതിരെ കരുക്കൾ നീക്കാനായി അവൾ എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുമ്പോഴാണ് മാക്സിനെ അവൾക്ക്
മാക്സിനെ പറ്റി അവൾ ഓർക്കുന്നത്. കാരണം ആ ഒരു മീറ്റിംഗിന്റെ ഇടയിൽ ടോങ്ങിനെ നായികയാക്കണ്ടെന്ന് പറഞ്ഞ മാക്സ് തർക്കിച്ചിരുന്ന കാര്യം ഡയറക്ടർ വഴി സ്റ്റെപ്പ് സിസ്റ്റർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിനും ഇതിൽ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന സ്റ്റെപ്പ് സിസ്റ്റർ മാക്സുമായി കണ്ട് സംസാരിക്കുന്നു. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായും നമുക്ക് രണ്ടുപേർക്കും താല്പര്യമില്ലാത്ത ടോങ്ങിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്ന്. പക്ഷേ ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അറിയാതെ ക്യൂവിന്റെ അടുത്ത പടത്തിൽ ടോങ് ആണ് നായിക എന്ന് അനൗൺസ് ചെയ്ത് പ്രസ് മീറ്റ് ഒക്കെ നടത്തുന്നുണ്ട്. ടോങ്ങിന് ഭയങ്കര സന്തോഷമാവുന്നു. ആ ഒരു പ്രസ് മീറ്റ് കുളമാക്കാനായി സ്റ്റെപ്പ് സിസ്റ്റർ വരുന്നുണ്ടെങ്കിലും അവൾ വിചാരിക്കുന്നത് പോലെ ഒന്നും തന്നെ നടക്കുന്നില്ല. സ്റ്റെപ്പ് സിസ്റ്റർ ഇത്രയും നാള് ലൈം ലൈറ്റിൽ ഉണ്ടായിട്ടും ഇതുപോലെ ഒരു സഹോദരി തനിക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യം മീഡിയക്കാരോട് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ആ കാര്യം വെളിപ്പെടുത്തുമ്പോൾ അവൾ വിചാരിക്കുന്നത് ടോങ്ങിനെ ആ കാര്യം പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ ചാൻസിൽ നിന്ന് പുറത്താക്കാം, ടോങ് പ്രൊഡ്യൂസറായ ക്യൂവുമായി ചേർന്ന് നിന്ന് അയാളെ സോപ്പിട്ടാണ് ഈ ഒരു ചാൻസ് കൈക്കലാക്കിയത് എന്ന് പറഞ്ഞുണ്ടാക്കാം എന്നൊക്കെയാണ്. പക്ഷെ ഈ രണ്ട് വാദങ്ങളും പൊളിയുകയാണ്. ഇങ്ങനെ ഒരു സഹോദരി ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും നാൾ പറഞ്ഞില്ല എന്ന് അത് കേൾക്കുന്ന മീഡിയക്കാർ ചോദിക്കുന്ന അതേ സമയം ഇവളങ്ങനെ എന്നെ സോപ്പിട്ട് ചാൻസ് കൈക്കലാക്കിയതൊന്നുമല്ല, അവൾ വളരെ ടാലന്റഡ് ആണ് എന്ന് മനസ്സിലാക്കി ഈ ചാൻസ് അവൾക്ക് നൽകിയതാണ്. കൂടാതെ ഇവളങ്ങനെ ജസ്റ്റ് എന്നെ കാര്യം കാണാനായി സമീപിച്ച പെൺകുട്ടിയല്ല, ഇവളെന്റെ ഫിയാൻസി ആണെന്ന് പറഞ്ഞ് അവൻ ഒരു മോതിരം അവളുടെ കൈവിരലിൽ അണിയിക്കുന്നു. തുടർന്ന് ടോങ്ങിനെതിരെ ഇവിടെ സ്റ്റെപ്പ് സിസ്റ്റർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ അസാധു ആവുകയും അവൾക്ക് അവിടെ നിന്ന് നാണം കെട്ട് പോവേണ്ടി വരുന്നു. ആ ഒരു സിനിമയിൽ നായകനായി ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത് മാക്സിനെയാണ്. കാരണം മാക്സ് ഒരു ആക്ടറാണ്. അതുകൊണ്ടാണ് ആ മീറ്റിംഗിൽ പോലും അവൻ അന്ന് പങ്കെടുത്തിരുന്നത്. ഇപ്പൊ അവൻ ആ റോളിൽ നിന്ന് പിന്മാറുകയാണെന്നൊരു പ്രസ് മീറ്റ് നടത്തുമ്പോൾ ടോങ് അത് കണ്ട് ഭയങ്കര സങ്കടത്തിലാവുന്നു. ടോങ്ങും ക്യൂവും അവരുടെ ലൈഫ് ഒന്നിച്ചുള്ളത് നല്ലതായിട്ട് എൻജോയ് ചെയ്ത് വന്ന ഒരു സമയത്താണ് ഇങ്ങനെ സഡൻ ആയി ഒരു പ്രസ് മീറ്റിലൂടെ മാക്സ് ഈ കാര്യം അറിയിക്കുന്നത്. എല്ലാ പ്രൊഡക്ഷന്റെ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് നായകൻ മാറുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന ടെൻഷനിൽ ക്യൂ ഇരിക്കുന്നത് കണ്ട് ക്യൂ നല്ല വിഷമത്തിലാണ്. താൻ കാരണമാണ്, തനിക്ക് റോള് തന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന ആ ഒരു കുറ്റബോധം തോന്നുന്ന ടോങ് ക്യൂ അറിയാതെ വീട് വിട്ടിറങ്ങുന്നു. അവൾ നേരെ പോകുന്നത് മാക്സിനെ കണ്ട് സംസാരിക്കാം എന്ന് കരുതിയാണ്. പക്ഷെ അവൾ അവിടെ ചെല്ലുമ്പോൾ മാക്സിനെ അല്ല മറിച്ച് സ്റ്റെപ്പ് സിസ്റ്ററിനെയാണ് കാണുന്നത്. സ്റ്റെപ്പ് സിസ്റ്റർ അവളെ ആക്രമിക്കാനായി നോക്കുന്ന ഇതേ സമയം വീട്ടിൽ ക്യൂ ഇല്ല എന്നും വീട്ടിൽ ടോങ് ഇല്ല എന്ന് മനസ്സിലാക്കി ക്യൂ അവളെ അന്വേഷിച്ച് ഇറങ്ങുന്നുണ്ട്. പക്ഷെ അവൻ നേരെ ചെന്ന് പെടുന്നത് അവളുടെ മുന്നിലല്ല, മാക്സിന്റെ മുന്നിലാണ്. മാക്സ് തടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ക്യൂ നേരെ ടോങ്ങിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവളെ കഴുത്ത് ഞെരിച്ച് മരണത്തിന്റെ വക്കിലേക്ക് സ്റ്റെപ്പ് സിസ്റ്റർ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുന്ന ക്യൂ വേഗം തന്നെ അവളെ രക്ഷപ്പെടുത്താനായി അവന്റെ അവശേഷിക്കുന്ന പവറും ഉപയോഗിക്കുന്നു. ഇതേ സമയം പ്ലാൻ എല്ലാം തകർന്നതിന്റെ ദേഷ്യത്തിൽ മാക്സ് സ്റ്റെപ്പ് സിസ്റ്ററെ ആക്രമിക്കുന്നതായും നമുക്ക് കാണാം. അപ്പോഴേക്കും വീട്ടിൽ കണ്ണു തുറന്ന് എഴുന്നേൽക്കുന്ന ടോങ് തന്റെ കയ്യിൽ 2 മണികൾ ഉള്ളതായും അടുത്ത് വളരെ വീക്കായ രീതിയിൽ ക്യൂ ഉള്ളതായും കാണുന്നു. മുന്നേ 1 മണിയേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ എന്താ 2 മണി തന്റെ കയ്യിലുള്ളതെന്ന് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ വളരെ വീക്കായിട്ടുള്ള ക്യൂവിന് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ മനുഷ്യരക്തം കുടിച്ചേ പറ്റൂ. അതും അവൻ ലൈഫ് സേവ് ചെയ്യാനായി നോക്കിയ ടോങ്ങിന്റെ രക്തം തന്നെ. പക്ഷെ അങ്ങനെ അവളെ ആക്രമിക്കാതിരിക്കാനായി അവൻ അവളോടൊന്നും സംസാരിക്കാതെ വീട് വിട്ട് ഇറങ്ങി പോകുന്നു. അങ്ങനെ അവൻ മാക്സിന്റെ അടുത്ത് ചെല്ലുമ്പോ ദേ ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അവളോടുള്ള സ്നേഹം കാരണം നീ നിന്നെ പോലും ചിന്തിക്കാതെ പലതും ചെയ്തു കൂട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യം മുതലേ ഇത് തടയാൻ നോക്കിയതെന്ന് പറഞ്ഞ് മാക്സ് അവന്റെ ലൈഫിന്റെ പകുതി ക്യൂവിന് കൊടുക്കാനായി ഒരുങ്ങുമ്പോഴേക്കും ക്യൂ അത് തടുക്കാണ്. വേണ്ട, നീ ഹാപ്പി ആയിട്ട് ജീവിക്കണം, അതേപോലെ അവളും, ഞാൻ മരിച്ചാലും നീ അവളെ ആക്രമിക്കാൻ പാടില്ല, ആ ഒരു ആഗ്രഹമേ എനിക്കുള്ളൂ എന്നതായിരുന്നു ക്യൂ മാക്സിനോട് പറയുന്നത്. പക്ഷെ കാര്യങ്ങളെ പറ്റി അപ്പോഴേക്കും ഏകദേശം ഒരു ധാരണ വരുന്ന ടോങ് വേഗം തന്നെ ക്യൂവിനെ അന്വേഷിച്ച് മാക്സിന്റെ അടുത്തെത്തുന്നു. തനിക്ക് വേണ്ടി ക്യൂ മരിക്കുന്നത് തനിക്ക് കണ്ടു നിൽക്കാനാവില്ലെന്നും അവൻ തന്നെ ഏൽപ്പിച്ച അവന്റെ 2 ജീവിതങ്ങളും താൻ തിരിച്ചു കൊടുത്തേക്കാമെന്നും പറഞ്ഞ് ആ 2 മണികളും അവൾ തിരിച്ചേൽപ്പിക്കുന്നു. ഈ സമയത്ത് മാക്സിന് ടോങ് ക്യൂവിനെ വളരെ ആത്മാർത്ഥമായി തന്നെ ഇഷ്ടപ്പെടുന്നു എന്നത് വ്യക്തമാവുന്നുണ്ട്. എന്തായാലും ക്യൂവിനെ രക്ഷിക്കാനായുള്ള ചടങ്ങുകൾ അവൻ പൂർത്തിയാക്കുന്നു. അതിനുശേഷം കണ്ണു തുറക്കുന്ന ക്യൂ വളരെ ഹെൽത്തി ആയിട്ടുണ്ട്. പക്ഷേ അവിടെ ടോങ് ഉണ്ടായിരുന്നില്ല. അവൾ നിന്റെ ലൈഫ് റിസ്കിലാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവിടം വിട്ട് പോയെന്ന് മാക്സ് പറയുന്നു. പക്ഷെ അത് കേട്ട് അടങ്ങിയിരിക്കാനായി തയ്യാറാവാതെ ക്യൂ അവളെ അന്വേഷിച്ചു പോകുന്നു. അപ്പോഴേക്കും ടോങ് സ്റ്റെപ്പ് സിസ്റ്ററിന്റെ പിടിയിലായിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പ് സിസ്റ്റർ അവളെ ആക്രമിക്കാനായി നോക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അവളെ അന്വേഷിച്ച് മാക്സ് എത്തുന്നത്. മാക്സ് വേഗം തന്നെ സ്റ്റെപ്പ് സിസ്റ്ററിനെ ആക്രമിച്ച് ടോങ്ങിനെ സേവ് ചെയ്യുന്നുണ്ടെങ്കിലും അവൾ വീണ്ടും ക്യൂവിന്റെ മുന്നിൽ പോകാൻ താല്പര്യമില്ലാതെ അവൻ വീണ്ടും തനിക്ക് വേണ്ടി അവന്റെ ലൈഫ് റിസ്കിലാക്കിയാലോ എന്ന് പേടിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നു. തനിക്ക് ഡോക്ടർ പറഞ്ഞിരുന്ന 3 മാസ കാലാവധി ഇന്നത്തോടെ അവസാനിക്കും എന്ന് ഓർത്തെടുക്കുന്ന അവൾ മരണത്തെ സ്വീകരിക്കാനായി തയ്യാറായി ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തിരിക്കുന്ന ടീം അവിടെ അവളെ അന്വേഷിച്ച് ക്യൂ എത്തുന്നു. അവളുടെ എതിർപ്പുകളെ അവഗണിച്ച് വീണ്ടും അവൾക്ക് തന്റെ രക്തം കൊടുത്ത് ആയുസ് നീട്ടിക്കൊടുക്കുന്നവൻ ഇനി എന്തായാലും അത്യാപത്തുകൾ ഒന്നും തന്നെ സംഭവിക്കില്ല. ഇനി നമ്മളെ എതിർക്കാനും മാക്സ് തയ്യാറാവില്ല. കാരണം നമ്മളുടെ ഇഷ്ടം എത്രത്തോളം പ്യൂർ ആണ് എന്നത് മനസ്സിലാക്കി അവൻ നമ്മളെ എതിർക്കാൻ വരില്ല എന്നത് തീർച്ച. അതുകൊണ്ട് തന്നെ ഇനി ഒരു ആപത്തും ഇല്ലാതെ നമുക്ക് സന്തോഷകരമായി മുന്നോട്ട് പോകാമെന്ന് പറയുന്നു. അവൻ പറഞ്ഞതുപോലെ തന്നെ അവളുടെ ആയുസ് ഇപ്പൊ നടന്ന സംഭവങ്ങൾ മൂലം നീട്ടി കിട്ടുകയും അവർ വളരെ സന്തോഷത്തിൽ മുന്നോട്ട് ജീവിക്കും. അവൾ ആഗ്രഹിച്ചിരുന്നത് പോലെ നല്ലൊരു നടിയായി മാറുകയും ചെയ്യുന്നു. സ്റ്റെപ്പ് സിസ്റ്റർ ആകട്ടെ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കുള്ള പാപഫലമായി ആകെ മെന്റലായി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരിവിടെ ഇങ്ങനെ നല്ല സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.